ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഉണ്ണി മുകുന്ദന്റെ മാർക്കോ ആ സിനിമയുടെ 17 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണ്. ഇന്നലെ ഞായറാഴ്ച മാർക്കോയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ കളക്ഷൻ വന്ന ദിവസമായിരുന്നല്ലോ. അത് പ്രകാരം 100 കോടി എന്നൊരു മൈൽ സ്റ്റോൺ നേട്ടത്തിലേക്കാണ് മാർക്കോ എത്തപ്പെട്ടത്. ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മാർക്കോയുടെ ഒഫീഷ്യൽ കളക്ഷനെ കുറിച്ചല്ല, മറിച്ച് ട്രാക്കേഴ്സ് കളക്ഷനെ കുറിച്ചാണ്. അത് പ്രകാരം ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരുമ്പോൾ നേരത്തെ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കളക്ഷൻ മാർക്കോ ഇന്നലെ ഞായർ വരെ 17 ദിവസങ്ങൾ കൊണ്ട് എടുത്തിരിക്കുകയാണ്. മാർക്കോയുടെ ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ 90 കോടി പിന്നിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങൾ, അതായത് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ മാത്രം ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ 11 കോടിയിലധികം കളക്ഷനാണ് സിനിമ നേടിയെടുത്തത്. നിലവിൽ കന്നഡ ഒഴികെയുള്ള പാൻ-ഇന്ത്യൻ ഭാഷകളിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മാർക്കോയുടെ കേരള ഗ്രോസ് കളക്ഷൻ മാത്രം 40 കോടി കടന്നിരിക്കുകയാണ്. അതേസമയം ഓവർസീസിൽ 31 കോടിയിലേക്ക് എത്തപ്പെട്ട സിനിമയുടെ ആകെ വേൾഡ് വൈഡ് ഗ്രോസ് 91 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 100 കോടി എന്ന ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്നലെ വന്നെങ്കിലും ആ 100 കോടിയിലേക്ക് എത്തപ്പെടാൻ ഇനി വെറും 9 കോടിയോളം രൂപ കളക്ഷൻ കൂടി സിനിമ നേടിയെടുക്കണം. അതെന്തായാലും സിനിമ നേടിയെടുക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമാണ് കഴിഞ്ഞ 2 ദിവസത്തെ ബോക്സ് ഓഫീസ് ട്രെൻഡ് സൂചിപ്പിക്കുന്നത്. എന്തായാലും എത്രയും വേഗം 100 കോടിയിലേക്ക് ട്രാക്കേഴ്സ് കളക്ഷനും പ്രകാരവും സിനിമ എത്തപ്പെടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇനി റെസ്റ്റ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ ഹിന്ദി പതിപ്പിന്റെ കളക്ഷൻ മാത്രം 10 കോടി ലക്ഷം വെച്ച് മുന്നേറുകയാണ്. ബോളിവുഡ് ട്രേഡ് അനലിസ്റ്റ് കൂടിയായ തരുണാദർശ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം 7 കോടി 44 ലക്ഷം രൂപയാണ് സിനിമയുടെ ഹിന്ദി മേഖലയിലെ നെറ്റ് കളക്ഷൻ. ചിത്രത്തിന്റെ തമിഴ്നാട് തെലുഗു കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ തെലുഗു കളക്ഷൻ ഇന്നത്തോടെ 5 കോടിയിലേക്ക് എത്തപ്പെട്ടേക്കും. അതേസമയം തമിഴ്നാട്ടിൽ മങ്ങിയ ബോക്സ് ഓഫീസ് പ്രകടനമാണ് സിനിമ കാഴ്ചവെക്കുന്നത്. ഇനിയും 1 കോടിയിലേക്ക് എത്തപ്പെടാത്ത സിനിമ ആദ്യ 3 ദിവസത്തെ കണക്കുകൾ പ്രകാരം 75 ലക്ഷം രൂപയാണ് അവിടെ ഗ്രോസ് ആയിട്ട് നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തമിഴ്നാട് ഒഴികെയുള്ള മറ്റെല്ലാ മേഖലകളിലും വമ്പൻ ബോക്സ് ഓഫീസ് പ്രകടനം കാഴ്ചവെച്ച മാർക്കോയുടെ അടുത്ത കളക്ഷൻ കണക്കുകൾ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.